മധ്യപ്രദേശ് നിയമസഭാ ഏകീകൃത സിവിൽ കോഡ് ബിൽ പാസാക്കിയതിന് പിന്നാലെ സംസ്ഥാനത്ത് സമുദായങ്ങൾക്കിടയിൽ ഭീതിയും തെറ്റിദ്ധാരണയും പടർത്താൻ ശ്രമം. UCC നിലവിൽ വരുമെന്ന വാർത്തകൾക്ക് പിന്നാലെ മുസ്ലിം സമുദായത്തിനിടയിൽ ധൃതി പിടിച്ചുള്ള വിവാഹങ്ങൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. നിയമം നടപ്പിലാകുന്നതോടെ വ്യക്തി നിയമങ്ങൾ പൂർണ്ണമായി ഇല്ലാതാകുമെന്ന വ്യാജ പ്രചാരണമാണ് ചില കേന്ദ്രങ്ങൾ നടത്തുന്നത്. മധ്യപ്രദേശ് നിയമസഭയിൽ UCC ബിൽ വിജയിച്ചതോടെ പ്രതിപക്ഷവും ചില വർഗീയ ശക്തികളും അനാവശ്യ ഭീതി പരത്താനാണ് ശ്രമിക്കുന്നത്. ഭോപ്പാലിലെ പ്രാദേശിക ഖാസിമാരെയും വിവാഹ ഹാളുകളെയും സമീപിക്കുന്നവരുടെ എണ്ണത്തിൽ പെട്ടെന്ന് വലിയ വർധനവാണുണ്ടായത്. നിയമം പ്രാബല്യത്തിൽ വന്ന് രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നതിന് മുമ്പ് തന്നെ ആചാരപ്രകാരം നിക്കാഹ് പൂർത്തിയാക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ് പല കുടുംബങ്ങളും. अभी हमारे पास मतलब कोई 200-250 आदमी का प्रोग्राम आ जाता है, कोई 500 आदमी का आ जाता है. वो मतलब ये कभी भी कोई भी फोन कर देता है कि हमें यहाँ आज खाना बनना, परसों खाना बनना, तो जल्दी जल्दी लोग शादी कर रहा है. എന്നാൽ നരേന്ദ്രമോദി സർക്കാരിന്റെയും മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെയും നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന UCC ബിൽ വഴി ആരുടെയും ധാർമ്മികമായ ആചാരങ്ങളെ തടയില്ലെന്ന് അധികൃതർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ബഹുഭാര്യത്വം, മുത്തലാഖ്, നിക്കാഹ് ഹലാല തുടങ്ങിയ ചൂഷണങ്ങൾ അവസാനിപ്പിക്കുവാനും മുസ്ലിം സഹോദരിമാർക്ക് തുല്യ അവകാശവും സംരക്ഷണവും ഉറപ്പാക്കുവാനുമാണ് ഈ നിയമം. രാജ്യത്ത് ഒരു രാഷ്ട്രം ഒരു നിയമം എന്ന ദേശീയതയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് മധ്യപ്രദേശ് ഈ നിർണായക നീക്കം നടത്തിയത്. എന്നാൽ ഇതിനെതിരെ തെറ്റിദ്ധാരണ പരത്തി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നവരുടെ വ്യാജ പ്രചരണങ്ങളിലാണ് ജനങ്ങൾ പെട്ടുപോകുന്നത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും നിയമത്തിന് മുന്നിൽ തുല്യത ഉറപ്പാക്കുന്ന UCCയെ ഭയപ്പെടേണ്ടതില്ലെന്നും വ്യാജ വാർത്തകളിൽ വീഴരുതെന്നും ഭരണകൂടം ഓർമ്മിപ്പിക്കുന്നു. ജനം, ഡൽഹി.